എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇസ്രായേൽ ഗാസ ഫൈറ്റ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിയാനായി. എന്താ പറയുക, അത്രയും അവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നൊക്കെ വലിയ രീതിക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പിന്നെ പോകുമ്പോൾ വലിയ രീതിക്കൊന്നും അതിലൊന്നും അട്രാക്ഷൻ, ഇപ്പോൾ എല്ലാവരും ഫ്രണ്ട് പേജ് ന്യൂസൊക്കെ മൂന്നാമത്തെ പേജിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരുപാട് കാര്യങ്ങൾ പഴകും തോറും അത് വലിയ രീതിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിൽ പോണ പോലെ തന്നെയാണ്. പക്ഷേ അവിടെ ജീവിക്കുന്ന, ഗാസയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഡെയിലി അവരുടെ സഫർ എന്താണ്, ഇല്ലെങ്കിൽ അവരെങ്ങനെ സർവൈവ് ചെയ്യണമെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ടോപ്പിക്ക് ഇവിടെ സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹമാസിലെ എല്ലാ തീവ്രവാദികളെയും കൊന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കുള്ളൂ. അതിപ്പോൾ ആരൊക്കെ ഞങ്ങളെ എതിർത്താലും ഞങ്ങളത് നോക്കില്ല എന്നുള്ള രീതിക്കുള്ള സ്റ്റാൻഡായിരുന്നു ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. അപ്പോൾ അതിന് പൂർണ്ണ സപ്പോർട്ടായിട്ട് അമേരിക്കയ്ക്കാണ് കൂടുതൽ സപ്പോർട്ട്. ജോ ബൈഡനൊക്കെ നല്ല സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതായത് എന്ത് വന്നാലും ഫുൾ സപ്പോർട്ട്. എന്താ പറഞ്ഞാൽ തീവ്രവാദി സംഘടനയെ ഒന്നുമില്ലാതെ ആക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ടാർഗറ്റാണ്. പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ഇതേമാതിരി അവിടുത്തെ തീവ്രവാദികൾ ഇല്ലാതാക്കുന്ന സമയത്ത് അവർക്കും കുറേ ആവശ്യങ്ങളൊക്കെ അവിടെ നടത്താനുള്ളത് കൊണ്ട് തന്നെയാണ് ഇസ്രായേലിന് നമ്മൾ അമേരിക്ക സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന റീസൺ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഇസ്രായേലിൽ ആരൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ അവരൊക്കെ ഇസ്രായേലിന് ഓപ്പോസിറ്റ് പറയണില്ലെങ്കിൽ ഇനി ഞങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ഇസ്രായേൽ ചെയ്തത് ശരിയല്ല എന്നുള്ള രീതിക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ട്വിറ്ററിലേക്കാണ് വലിയ രീതിക്ക് ഓൾ ഐസ് ഓൺ റാഫ എന്ന് പറഞ്ഞിട്ട് എല്ലാ കണ്ണും റാഫിയിലോട്ട് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ, ട്രെൻഡിങ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്യാമ്പയിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഇസ്രായേൽ ഗാസൻ്റെ ഒരു യുദ്ധം അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങളിലെതിരെ നമ്മൾ പ്രതിരോധിച്ച് കൊണ്ടുപോകുന്നു സംഭവിക്കും. പക്ഷേ ഒരു സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് കമ്മ്യൂണിറ്റിയിൽ എല്ലാ ആൾക്കാരും, ഇന്ന കൺട്രിയിൽ നിന്നല്ലാതെ ഓൾ ദ വേൾഡിലുള്ള എല്ലാ ആൾക്കാരും ഓൾ ഐസ് ഓൺ ദ റാഫ എന്ന് പറയുന്ന ഒരു ട്രെൻഡിങ് ക്യാമ്പയിൻ, ഒരു #, ക്യാമ്പയിൻ്റെ ബാക്കിൽ പോയിക്കൊണ്ട്, അതായത് എല്ലാവരും ഇസ്രായേലിനെതിരെ എഗെയിൻസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് വലിയൊരു ബൂം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇപ്പോൾ ശ്രമിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരും ഇപ്പോൾ ഇസ്രായേലിനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്? വളരെ നമുക്ക് സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് പറഞ്ഞാൽ, ഇപ്പോൾ ഗാസയിൽ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗാസ എന്ന് പറയുന്ന സ്ഥലം, അതായത് പാലസ്തീനിൽ ഇസ്രായേലും പാലസ്തീനും ഫൈറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഗാസ എന്ന് പറയുന്ന ഒരു സ്ട്രിപ്പാണ്. അതായത് ഒരു റെക്ടാങ്കിൾ ആയിട്ടുള്ളൊരു ചെറിയൊരു ഇങ്ങനെ ഒരു വടി പോലെ നിൽക്കുന്ന ഒരു ഏരിയയാണ്. ഇപ്പുറത്ത് കടലും, ഇവിടെ ഈജിപ്ത്, ഇവിടെ പാലസ്തീൻ്റെ ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പ് എന്നാണ് പറയുക, ഗാസ സ്ട്രിപ്പ് എന്നാണ് പറയുക. അപ്പോൾ ഈ ഗാസ സ്ട്രിപ്പിലാണ് ഹമാസിൻ്റെ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ സ്റ്റേ ചെയ്യുന്നതും, ഇല്ലെങ്കിൽ അവിടെയാണ് അവർ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് തന്നെ. ഗാസയിലേക്കാണ് എല്ലാ അറ്റാക്കും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോർത്തിൽ ഇരുന്നിട്ട് എല്ലാ ആൾക്കാരും ഇസ്രായേൽ തന്നെ വന്ന് പറയുന്ന റെസിഡൻസിനെയോ സിവിലിയൻസിനോ സിറ്റിസൻസിനോ ഒന്നും യുദ്ധത്തിൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പണ്ട് തൊട്ടുള്ളൊരു യുദ്ധ നിയമം തന്നെ ആയതുകൊണ്ട്, പണ്ട് രാജാക്കന്മാരുടെ കാലങ്ങൾക്ക് തൊട്ടിട്ട് അത് യുദ്ധ നിയമം ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അതേ കീപ്പ് ചെയ്ത് പോകുന്ന ഒരു നിയമങ്ങളായതുകൊണ്ട് ഇസ്രായേൽ അവിടെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞു, ഞങ്ങൾ നോർത്തിൽ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്, സോ നിങ്ങളെല്ലാവരും ഗാസയുടെ മിഡിൽ സെൻട്രൽ സിറ്റിയിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എല്ലാവരും എവാക്യുവേറ്റ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നോർത്തൊക്കെ അറ്റാക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഇനി ഞങ്ങൾ മിഡിലും അറ്റാക്ക് ചെയ്യാൻ പോകണം, സോ നിങ്ങൾ ബെറ്റർ ടു ലീവ് ടു സൗത്ത് എന്ന് പറയും. സൗത്ത് എന്ന് പറയുന്നത് ഈജിപ്തിൻ്റെ കോർണറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും അവിടേക്ക് പോകുമെന്ന് പറയും. ഈജിപ്തിലേക്കാണെങ്കിൽ നമുക്ക് കടക്കാനും പറ്റില്ല. എന്താ പറയുക, ഈജിപ്തിൽ ഓൾമോസ്റ്റ് നല്ല ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ, എന്താ പറയുക, ഞങ്ങളുടെ കൺട്രിയിലേക്ക് വേറെ ആരും വരാൻ പാടില്ല, അല്ലെങ്കിൽ അഗതികളായിട്ട് ആരും വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈജിപ്ത് ഓൾറെഡി ഫസ്റ്റ് യുദ്ധം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് തന്നെ അവരൊരു സ്റ്റാൻഡ് ക്ലിയർ തന്നെയാണ്. അപ്പോൾ സ്വന്തം രാജ്യത്ത് ഗാസയിലുള്ള ആൾക്കാർ അവിടെ തന്നെ, അതായത് അഗതി, സ്വന്തം കൺട്രീൻ്റെ ഉള്ളിൽ തന്നെ അഗതിയായിട്ട് കഴിയുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഗാസത്തെ ആൾക്കാർ. അപ്പോൾ അവർ സൗത്തിൽ വന്നു, അവിടെ അവർക്ക് ഇപ്പോൾ അക്കോമഡേഷനും കാര്യങ്ങളൊന്നും ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല, യുദ്ധസമാജമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അവരെന്താ പറയുക, കിട്ടുന്ന സ്ഥലത്തിൽ ടെൻ്റ് അടിച്ച് അതിൽ എല്ലാവർക്കും ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന പോലെ ഒരു ട്രക്കിൽ ഫുഡ് വരിക, അങ്ങനെയൊക്കെ. നമ്മളിപ്പോൾ ഈ ഫ്ലഡൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഓരോ സ്കൂളിലെ ക്യാമ്പയിൻ ചെയ്ത പോലെ തന്നെ ഇവർ പല സ്ഥലങ്ങളിലും ഓരോ ടെൻ്റൊക്കെ അടിച്ചിട്ട് ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ പേര് റാഫ എന്ന് പറയുന്നത്. അപ്പോൾ റാഫയിൽ നിങ്ങളെല്ലാവരും പോയിട്ട് സേഫായിട്ടിരിക്കും, അത് സേഫ് പ്ലേസ് ആണ്, ഞങ്ങൾ അവിടെ അറ്റാക്ക് ചെയ്യില്ല എന്നുള്ളത് ഇസ്രായേൽ ഓൾറെഡി അവിടുത്തെ സിവിലിയൻസിന് ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേമാതിരിയുള്ള എല്ലാ UN കൺട്രീസിനൊക്കെ ആ ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ഞായറാഴ്ച ഒരു ഇതേപോലെ റാഫ എന്ന് പറയുന്ന അതേ സ്ഥലത്തേക്ക്, അതായത് ഇത്രയും സിവിലിയൻസ് സേഫാണെന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന ഒരു ഏരിയയിലേക്ക് അതായത് പല സ്ഥലത്തുനിന്നും ആൾക്കാർ വന്ന് ഇവിടെ സെറ്റിലായിക്കൊണ്ടിരുന്നത് സേഫ് പ്ലേസ് ആണ് എന്നുള്ളത് കൊണ്ട് വന്നിരിക്കുന്നത്. ആ സ്ഥലത്തേക്ക് ഒരു മിസൈൽ അറ്റാക്ക് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നടത്തുകയും 26 പേര് മരണപ്പെടുകയും ഉണ്ടായിരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നടന്നതിന് ശേഷമാണ്, എന്താ പറയുക, ഇങ്ങനെ സേഫ് പ്ലേസ് ആണ് എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ ഒരു അറ്റാക്ക് ഇസ്രായേൽ നടത്തിയത് കൊണ്ടാണ് ഇസ്രായേലിനെതിരെ ഇത്രയും ആൾക്കാർ എഗെയിൻസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് സത്യാവസ്ഥ. അപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് അതിനൊരു ന്യായീകരണം എന്ന് പറയുന്നത്, ഇതുവരെ ഇസ്രായേൽ ഏതും തെറ്റ് സമ്മതിക്കാത്തതാണ്. ഈ പ്രാവശ്യം ഇസ്രായേൽ സത്യമായിട്ട് പറഞ്ഞു ഞങ്ങളിങ്ങനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്ന്, പക്ഷേ
ഞങ്ങൾ അറ്റാക്ക് ചെയ്യാനുള്ള ബേസിക് റീസൺ എന്താ വെച്ച് പറഞ്ഞാൽ ഹമാസിൻ്റെ 2 തലവന്മാരായിട്ടുള്ള തീവ്രവാദികൾ ഈ ഒരു ബിൽഡിംഗ്, അതായത് ഇവർ താമസിക്കുന്നതിൻ്റെ ഒരു 50 മീറ്റർ അപ്പുറത്തുള്ള ഒരു ബിൽഡിങ്ങിൽ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ ബിൽഡിങ്ങിലേക്കാണ് ഞങ്ങൾ ഫയർ ചെയ്തത്. പക്ഷേ അതിൻ്റെ സ്പാർക്ക് വന്ന് ഇപ്പുറത്തൊരു പെട്രോൾ ടാങ്കർ ഉണ്ടായിരുന്നു, അതിലേക്ക് ബ്ലാസ്റ്റായി. അത് ബ്ലാസ്റ്റായിട്ടാണ് അപ്പുറത്തുള്ള ആൾക്കാർ മരിച്ചത്. അല്ലാതെ ഞങ്ങൾ ഈ റെസിഡൻസിനോ സിവിലിയൻസിനോ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള രീതിക്ക് ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരെന്തൊക്കെ പറഞ്ഞാൽ ഇതൊരു എക്സ്പ്ലനേഷനിൽ നിൽക്കില്ല എന്നുള്ളത് അവർക്കും അറിയാം. അതുകൊണ്ട് ഇനിയിപ്പോൾ അവർ ചിലപ്പോൾ അവർ നടപടികൾ എടുക്കും, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു അന്വേഷണ സമിതികൾ ഞങ്ങൾ രൂപീകരിക്കേണ്ടത് എന്നുള്ള രീതിക്കൊക്കെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഓരോ ന്യൂസ് വരുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിൽ ഇപ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരു മേജറോ ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യനോ ചിലപ്പോൾ സസ്പെൻഡ് ചെയ്യുമായിരിക്കും, അല്ലാതെ അതിൻ്റെ അപ്പുറത്തൊന്നും നടക്കാൻ പോകില്ല. പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യവും ഇല്ലാത്ത രീതിക്കുള്ള അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പൊളിറ്റിക്സിൻ്റെ പേരാണോ ഇനിയിപ്പോൾ എന്താണ് ഇതിൻ്റെ പുറത്ത് നമുക്കൊന്നും ഇപ്പോൾ പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഇസ്രായേലും ഒരു ഇഞ്ചോട് വിട്ട് നിൽക്കുന്നില്ല. മനുഷ്യൻ്റെ ജീവിതം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഇത്. നമ്മൾക്കിത് എങ്ങനെ തടയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഈ ക്യാമ്പയിനിലൂടെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിന് അത് ചിലപ്പോൾ മേ ബി ഇത്ര ആൾക്കാർ ഇതിന് റിയാക്ട് ചെയ്യേണ്ടതെന്ന് തോന്നിയിട്ട് ചിലപ്പോൾ അവർ അതിലെന്തെങ്കിലും അയവ് വരുത്താൻ സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങൾ കണ്ടതാണ്. മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.